തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക മണ്ഡലമാണ് ഈ വീഡിയോ അനലൈസ് ചെയ്യുന്നത്. നാട്ടിക മണ്ഡലം എന്ന് പറഞ്ഞാൽ 9 പഞ്ചായത്ത് ചേർന്നാണ് നാട്ടിക മണ്ഡലം. അപ്പോൾ നാട്ടിക മണ്ഡലത്തിന്റെ വോട്ട്, പഞ്ചായത്ത് വോട്ട് എന്ന് പറയുന്നത് LDF ആണ് ഫ്രണ്ടിൽ. വളരെ ചെറിയൊരു ഇതിൽ 56,000 വോട്ട്, 46% നേടിയിട്ടുണ്ട്. UDF 50,000 വോട്ട്, 32% നേടിയിട്ടുണ്ട്, 6,000 വോട്ടിന്റെ വ്യത്യാസം. NDA 41,000 വോട്ട്, ഒരു 10,000 വോട്ടിന്റെ വ്യത്യാസം. പിന്നെ സ്വതന്ത്രരെല്ലാം കൂടെ 10,000 വോട്ടുണ്ട്. നമ്പർ നോക്കിക്കഴിഞ്ഞാൽ LDFന് 68 മെമ്പർ, UDFന് 58, NDA 32, അതേഴ്സ് 6. ഇതിലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഇന്ത്യയുടെ വോട്ട് എന്ന് പറയുന്നതിനേക്കാളും ഒരു 10% നമ്മൾ എക്സ്ട്രാ കാണണം മണ്ഡലത്തിൽ. കാരണം പഞ്ചായത്തിൽ, ലോക്കൽ ബോഡിയിൽ ഇന്ത്യക്ക് പലയിടത്തും സ്ഥാനാർത്ഥി ഇല്ല. അപ്പോൾ ആ സ്ഥലത്തുള്ളവർ വോട്ട് ചെയ്ത് മണ്ഡലത്തിൽ വോട്ട് വരും അവരുടെ. അപ്പോൾ അതുകൊണ്ട് 9 പഞ്ചായത്തിൽ നിന്ന് എല്ലായിടത്തു നിന്നും കുറച്ച് വോട്ട് വന്ന് അത്യാവശ്യം നല്ല വോട്ട് വരും. പല പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥിയും കാണത്തില്ല. ചിലപ്പോൾ ചുമ്മാ ഒരാളെ പിടിച്ചിട്ട് 5-10 വോട്ട് നേരത്തുള്ളായിരിക്കും. സ്വാധീനമേഖല മാത്രമേ ഉള്ളൂ BJP വോട്ട് ഷെയർ കൂട്ടി വരുന്നത്. പക്ഷെ മണ്ഡല അടിസ്ഥാനത്തിൽ വരുമ്പോൾ ആ വോട്ടുകളിലൂടെ വരുമ്പോൾ 45,000 വോട്ടൊക്കെ ഒരു പാർട്ടി വോട്ട് ഇവിടെ കിടപ്പുണ്ടെന്നതിലും മനസ്സിലാക്കണം. 5,000-ൻ്റെ ഉള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നാട്ടികയുടെ ഒരു നാട്ടികയുടെ ഹിസ്റ്ററി നോക്കാം. CPI ഗീതാ ഗോപി, CPIയുടെ ഗീതാ ഗോപിയാണ് അവിടെ CPIയുടെ സീറ്റ് മത്സരിച്ച് 2011 ജയിച്ചു. 2016 സെയിം സ്ഥാനാർത്ഥി നിലനിർത്തി മണ്ഡലം, വോട്ട് പെർസെൻറ്റേജ് കൂട്ടുകയും ചെയ്തു. 2021 CC മുകുന്ദൻ, CPIയുടെ CC മുകുന്ദനാണ്. CPIയുടെ മണ്ഡലമാണ്. അപ്പോൾ അത് LDF കോട്ടയാണ്. അദ്ദേഹം അതിനകത്ത് ശ്രദ്ധിക്കേണ്ട BJP അവിടെ BJP സ്ഥാനാർത്ഥി 33,000 വോട്ട് പിടിച്ച് തേടെത്തി. 10,000 വോട്ടിന്റെ വ്യത്യാസമുള്ളായിരുന്നു. അതിന് മുമ്പ് BDSഉം 33,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. BJPക്ക് ഒരു 30-35,000 വോട്ട് ഉണ്ട് ആ ഒരു സമയത്ത് തന്നെ. അപ്പൊ ഇപ്പോഴുള്ളതെന്ന് വെച്ചാൽ ഗീതാ ഗോപി ഇപ്പോഴുള്ള സിറ്റിംഗ് MLA ഇപ്പം BJP ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. CC മുകുന്ദൻ ആണ് ഒരു ടെസ്റ്റ് വന്നത്. CPIയുടെ ഗീതാ ഗോപി അതിനു മുമ്പുള്ള MLA ആണ് മത്സരിക്കുന്നത്. അഡ്വക്കേറ്റ് സുനിൽ ലാലൂര്, അദ്ദേഹമാണ് കോൺഗ്രസിന് വേണ്ടി. അഡ്വക്കേറ്റ് സുനിൽ ലാലൂരാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. 44,000 വോട്ട് പിടിച്ചിരിക്കും. അദ്ദേഹം തന്നെയാണ് 2026 മത്സരിക്കുക. അതുകൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ടൈറ്റ് മത്സരമായിരിക്കുകയാണ്. കാരണം നാട്ടികയിൽ ഒന്നാമത് LDFന് വോട്ട് കുറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തന്നെ 70,000 വോട്ടുള്ളത് ഇപ്പോൾ 56,000 വോട്ടിലോട്ട് കുറഞ്ഞിരിക്കുകയാണ്. UDF വോട്ട് കൂട്ടി. പക്ഷേ UDFന് കിട്ടുന്ന വോട്ട് ഈ BJPക്കൊന്നും സ്ഥാനാർത്ഥി ഇല്ലാത്തടത്തൊന്നും LDFനെ തോപ്പിക്കാണ്ട് UDFന് കുറേ വോട്ട് കിട്ടുന്നതാണ്. അത് ഇങ്ങോട്ട് തിരിച്ചു മറിയും. പിന്നെ ഇതിനകത്തുള്ള വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPIയുടെ സിറ്റിംഗ് MLA ആണ് BJPയിലോട്ട് വന്ന് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ സീറ്റ് കൊടുത്തില്ല. അപ്പം സീറ്റ് കൊടുക്കാത്തപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല, എന്നാൽ ഗീതാ ഗോപിക്ക് സീറ്റ് കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിമർശനം. അപ്പം ഒരു സ്പെഷ്യൽ ടൈം കൊടുത്ത് അദ്ദേഹത്തിന് ഒരു ടൈം കൂടെ കൊടുക്കേണ്ടതിന് പകരം എന്തായാലും അദ്ദേഹം ഇപ്പോൾ BJPയിലോട്ട് എത്തി. അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ പറ്റുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് എന്തായാലും LDF ക്യാമ്പിൽ നിന്നാണ് വരുന്നത്. LDF ക്യാമ്പിൽ നിന്ന് വരികയാണെങ്കിൽ അത് ക്ഷീണം സംഭവിക്കുക LDFന് തന്നെയാണ്. അപ്പം അദ്ദേഹത്തിന് പറഞ്ഞില്ലേ, പാർട്ടി വോട്ട് 45,000 ഇവിടെ ഉണ്ട്. ഒരു 10,000 വോട്ടിലും പിടിക്കാൻ പറ്റുമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിടിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിറ്റിംഗ് MLA അല്ലേ, അതുകൊണ്ട് പിടിക്കാൻ ശ്രീമതി ഗീതാ ഗോപിനാഥും സ്ട്രോങ് ആണ്, അത് തെറ്റൊന്നുമല്ല. പക്ഷെ ഇദ്ദേഹം എവിടുന്ന് ആരുടെ വോട്ട് പിടിക്കുമെന്നാണ്. കമ്മ്യൂണിറ്റി വോട്ടുകളൊക്കെ വെച്ചിട്ടാണെങ്കിലും അദ്ദേഹം അത് പിടിക്കുകയാണെങ്കിൽ നാട്ടികയിൽ NDA ഒരു അട്ടിമറി വിജയം നേടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു MLA ആയിട്ട് ex-MLA സിറ്റിംഗ് MLA വന്ന ഒരാൾക്ക് അത്ര 10,000 വോട്ടുകളിൽ സ്വാധീനിക്കാൻ പറ്റണം. നമ്മൾ പരിചയങ്ങളും വ്യക്തിബന്ധങ്ങളും ഒക്കെ ഉള്ളത്. അങ്ങനെയാകുമ്പോൾ ഞാൻ നാട്ടികയിലെ LDFന്റെ വോട്ട് ഭരണവിരുദ്ധ വികാരം കൊണ്ട് കുറച്ച് വോട്ട് കുറയും. CPI ആയതുകൊണ്ട് അത്രയും വോട്ട് കുറയില്ല, CPMന്റെ അത്ര ഇല്ലെങ്കിലും ഒരു ചെറിയൊരു വോട്ട് LDFന്റെ കുറവും വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു BJP നാട്ടിക ജയിക്കുമെന്നാണ് എൻ്റെ അനാലിസിസ്.